എന്നെ ഇങ്ങനെ കാണാൻ രസമുണ്ടോ? കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. എനിക്ക് വലിയ രസം തോന്നുന്നില്ല. പക്ഷേ നാളെ നമ്മളെടുക്കാൻ പോകുന്ന 10 hours ലൈവിൽ നിന്ന് അത് മാത്രം പഠിച്ചിട്ടും നിങ്ങൾക്ക് പരീക്ഷയിൽ A+ കിട്ടിയില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? ഞാൻ അത് ചെയ്തിരിക്കും, 100% പ്രോമിസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം എനിക്ക് കോൺഫിഡൻ്റ് ആണ് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് A+ കിട്ടുന്നു. ഒരു സംശയമില്ല. ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന പണിയല്ല. SSLCയിലും +1 +2 ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കോ. അവിടെയൊക്കെ നമ്മൾ ഈ പരിപാടി ചെയ്താണ്. ഇന്നേ വരെ ഇത് ഫെയിലിയർ ആയിട്ടില്ല. ഇങ്ങനത്തെ 10 hours 12 hours ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കണ്ടുപോയ, അത് പഠിച്ചു പോയ കുട്ടിക്ക് A+ കുറഞ്ഞ മാർക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. പക്ഷേ നിങ്ങൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ലേ നിങ്ങളിത് കണ്ടാലും നിങ്ങൾക്ക് ചിലപ്പോൾ A+ വരും, പാസ് പോലും ആവാൻ പറ്റില്ല. സാർ അതെന്താ പരിപാടി? അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് മൊത്തം നമ്മുടെ ഫിസിക്സിൻ്റെ പ്ലാൻ ജസ്റ്റ് റിമൈൻഡ് ചെയ്യാണ്. ടുമോറോ വി ആർ ഡൂയിങ് ദിസ് 10 hours കംപ്ലീറ്റ് ഫിസിക്സ് നമ്മളവിടെ തീർക്കുന്നതായിരിക്കും വിത്ത് ബ്രേക്സ്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഒക്കെ ബ്രേക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. സമാധാനമായിട്ട് നമുക്ക് പഠിക്കാം, അല്ലാണ്ട് ഭയങ്കര ഹെക്റ്റിക് ആകുമൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ പഠിച്ചെടുക്കുന്നു. ഏറ്റവും ബേസിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എക്സാമിന് വേണ്ട കാര്യങ്ങളെ ചെയ്യുള്ളൂ. അതിൽ തിയറി ഉണ്ടാവും, കോൺസെപ്റ്റ്സും ഉണ്ടാവും, ക്വസ്റ്റ്യൻസും ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അതിൽ. എന്നിട്ട് Day 2 നമ്മൾ വൈകുന്നേരം 7:30 വരുന്നു. നമ്മൾ കംപ്ലീറ്റ് PYQ ചെയ്യുന്നു. നമുക്ക് 5 പേപ്പേഴ്സ് ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. കഴിഞ്ഞ വർഷത്തെ ഓണപ്പരീക്ഷ, ക്രിസ്മസ് എക്സാം, പബ്ലിക് എക്സാം. ഈ വർഷത്തെ ഓണപ്പരീക്ഷ, ക്രിസ്മസ് എക്സാം. എല്ലാ ചോദ്യങ്ങളും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. അത് ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 60% ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് ഉള്ളിലുള്ള ചില ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളുണ്ട്. ലേറ്റസ്റ്റ് SSS സെക്ഷനിലെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. പുതിയ പാറ്റേൺ പ്രകാരമുള്ള ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിനുള്ളിലാണ്. അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു 3 hours ലൈവ് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്യുന്നു. എക്സാമിന് തലേന്ന് നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. വരുന്നു, ഷുവർ ക്വസ്റ്റ്യൻസ് ഉള്ളി, ഏറ്റവും വരാൻ ചാൻസ് ഉള്ള നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ചെയ്യുന്നു. രാവിലെ മോർണിംഗ് ബൂസ്റ്ററിൽ ഒന്നും കൂടി എല്ലാം റിവൈസ് ചെയ്ത് അരച്ച് കലക്കി പരീക്ഷാ ഹാളിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ പ്ലാൻ. പക്ഷേ ഇതൊക്കെ ലൈവിൻ്റെ പ്ലാനുകളാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ഈ 10 hours കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. എന്താണ് ആ കാര്യം? ഒരു 10 hours നിങ്ങളിങ്ങനെ എല്ലാം കൺസ്യൂമാണ് ചെയ്യുന്നത്. കുറേ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി. പക്ഷെ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് നിങ്ങൾ ഞാൻ എല്ലാം പിടിച്ചു, ഇനി ഞാൻ പോയി പരീക്ഷ എഴുതട്ടെ എന്ന് വിചാരിച്ചു പോയാൽ കാര്യം ഉണ്ടാവില്ല. കാരണം എന്താ? നിങ്ങൾ മറന്നു പോകും. നിങ്ങൾ അടുത്ത 2 ദിവസത്തിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യം മറന്നു പോകും. അപ്പം ഈ രാവിലെ സമയങ്ങളിൽ, 2ാമത്തെ ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും ഒക്കെ രാവിലെ ഫുൾ ടൈം കിട്ടുന്നില്ലേ? ആ സമയത്ത് കുത്തിയിരുന്ന് റിവൈസ് ചെയ്യണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ക്വസ്റ്റ്യൻസ് നമുക്ക് ലൈവിൽ ചെയ്യാം, പക്ഷെ റിവിഷൻ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ മറന്നു പോകും. ഓക്കെ, അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ആ 10 hours വീണ്ടും ഇരുന്ന് കാണണമെന്നും വേണ്ട. ഒരു പ്രാവശ്യം നിങ്ങൾ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യുക, ലൈവായിട്ട് തന്നെ തീർക്കാൻ വേണ്ടി നോക്കുക. ബ്രേക്കൊക്കെ തരുന്നില്ലേ? തീർക്കാൻ നോക്കുക, ഫുള്ള് തീർക്കുക. എന്നിട്ട് അടുത്ത ദിവസം എന്നിട്ട് അതിൻ്റെ നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ലൈവ് കഴിഞ്ഞിട്ട് ഡ്രൈവിൽ ഫ്രീ ആയിട്ട് കൊടുക്കും. ആ നോട്ട്സ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. അതിലെ ചോദ്യങ്ങളും അതിലെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. അടുത്ത 2 ദിവസം സമയമുണ്ട്. ഒന്നും മറക്കില്ല ഇങ്ങനെ ചെയ്താൽ. എന്നിട്ട് നിങ്ങൾ ലൈവിൽ വന്ന് ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് പോയാൽ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആവില്ല. കഴിഞ്ഞ വർഷം SSLCയിൽ ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവർക്കും ആ ലൈവ് കണ്ട കുട്ടികൾ ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പ്രൂവും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ വർഷം ഞാൻ പ്രൂവ് ചെയ്ത് തരാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈവിൽ വരണം. അല്ല എൻ്റെ മീശ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് ഉണ്ടാവില്ല നിങ്ങൾ ലൈവിൽ വന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ എല്ലാവരും ഈ ലൈവിൽ പ്രതീക്ഷിക്കുന്നു. വരാൻ പോകുന്നവരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഐ എം എക്സൈറ്റഡ്. 9ാം ക്ലാസ്സുകാരുടെ ഒരു പവർ നിങ്ങൾ വേണം കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്രയുള്ളൂ മക്കളെ. നമുക്ക് ലൈവിൽ കാണാം. ബൈ ബൈ.